കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണിന്റെ വീട്ടുകാരെ അങ്ങനെയൊന്നുമില്ല. ഓലെ അഭിമാനം മാനം കെടുത്തുക അല്ലെ. ഒരു പരിപാടി നടക്കുമ്പോ അത് തന്നില്ല, കൊണ്ടുവന്ന കട്ടില് ഒറിജിനൽ തേക്കാന്ന് വിചാരിച്ചു പെയിന്റ് അടിച്ചതായിരുന്നു. ഇതൊക്കെയാണ് വലിയ വലിയ കേസുകളെ. സുബ്ഹാനല്ലാഹ്. ഒരു മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് തന്നത് പോത്ത് ബിരിയാണി ആയിപ്പോയി. ഇതൊക്കെ ഞങ്ങളെ മാനം കെടുത്തിയെന്ന്. നിങ്ങളൊക്കെ ആരായി മാനം കെടാൻ? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ മാനം കെട്ടുപോയി. എങ്ങനെ ഒരത്ര തരുന്നു പറഞ്ഞ് തന്ന് ഇത്രയായി പോയിന്ന്. പച്ചയായ മനുഷ്യൻ ആർത്തി പൂണ്ട് നടക്കുക. വേറെല്ലോണ്ട് നിങ്ങോട്ട് കിട്ടുമെന്ന് നിങ്ങൾ കൊടുക്കുന്നതിനെ പറ്റിയല്ല ആലോചിക്കുന്നത്. കിട്ടുന്നതൊന്നും പോരാ എന്ന വിഷയം. സുബ്ഹാനല്ലാഹ്. അപമാനിക്കുക, നാണം കെടുത്തുക, നിസ്സാരമാക്കുക നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. തൊലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിനെ പറ്റി പോലും അങ്ങനെ പറയാൻ പാടില്ല. തൊലാഖ് ചൊല്ലപ്പെട്ട് കഴിഞ്ഞു, എന്തെങ്കിലും കുഴപ്പമുണ്ട്, എന്തെങ്കിലും തൊലാഖ് ചൊല്ലാൻ കാരണം. പിന്നെ നാട്ടിലെ കല്യാണം മുടക്കികളും നടത്തികളും ഒക്കെ പലതും ഉണ്ടാവുമല്ലോ. അപ്പൊ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, അല്ല എന്തേ ഇപ്പൊ ആ കുട്ടി നിങ്ങൾ ഒഴിവാക്കാൻ കാരണം? എന്തേ പ്രശ്നം? അല്ല, ഞങ്ങൾ ആ കുട്ടിക്കൊരു കല്യാണം ആലോചിച്ച് വന്നതാണ്. അപ്പൊ നിങ്ങൾ മോനോട് മുമ്പ് കല്യാണം കഴിച്ചാന്ന്. എന്തേ? അതറിയേണ്ടെന്നാ പേരിയ്ക്ക് ചായ ഉണ്ടായിക്കട്ടെ, ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കി. എന്നിട്ട് കഥ പറയാണ്, ലൈഫ് സ്റ്റോറി മൊത്തം. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇത്രയും കാലം ഞങ്ങൾ സഹിച്ചു, പറ്റാത്തത് കൊണ്ട് ഒഴിവാക്കിയതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു വിടും. ഇതൊക്കെ പച്ചയായ ഗീബത്താണ്. ഒരു മനുഷ്യനോട് ഒരു വിഷയം ചോദിച്ചാൽ ആ വിഷയത്തിന്റെ ഹക്കും ബാത്തിലും സംക്ഷിപ്തമായി മൂജസായി വളരെ ഷോർട്ട് ആൻഡ് ബ്രീഫായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു മനുഷ്യന്റെ മൊത്തം ഹിസ്റ്ററി പറഞ്ഞൊരു മനുഷ്യനെ അപമാനിക്കുക ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് മഹത്തുക്കളായ മഹാന്മാരായ ആളുകളൊക്കെ ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു മനുഷ്യൻ കല്യാണം കഴിച്ച് ഒരുപാട് വിഷമിച്ച് നടന്നപ്പോഴാണ് മനുഷ്യന്മാർ ചോദിച്ച്, പൊന്നാര മനുഷ്യ, അങ്ങക്ക് ആ പെണ്ണിനങ്ങ് തൊലാക്ക് ചൊല്ലി ഒഴിവാക്കി കൂടെ? വേറെ പെണ്ണുങ്ങളില്ലേ നാട്ടിൽ? എന്തിനാ ഇടങ്ങാറായി നടക്കുന്നത്? പറഞ്ഞു, സംഗതിയൊക്കെ ശരി തന്നെയാണ്. ഞാൻ ഇവള് തൊലാക്ക് ചൊല്ലിയാൽ വേറെ ഏതെങ്കിലും സാധു മുസ്ലിം വന്ന് ഇവളെ കെട്ടും, പിന്നെ അവൻ ഇവളെ സഹിക്കണ്ടേ. അപ്പൊ എൻ്റെ മുസ്ലിമായ സഹോദരന് പകരം ഞാനിത് സഹിച്ചോളാം. അങ്ങനെ കൊണ്ടുനടന്നു കുറെ കാലം. പിന്നെ ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെ ഒഴിവാക്കി. മനുഷ്യന്മാരെ പിന്നെ വിടൂലല്ലോ. ഇപ്പൊ എന്തേ ഒഴിവാക്കിയത്? അന്ന് അങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചതാണല്ലോ, പിന്നെ എന്തേ ഒഴിവാക്കിയത്? എന്തേ കുറ്റം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവളെ ഒഴിവാക്കി, ശരിയാണ്. അവളിപ്പോ വേറൊരു മുസ്ലിമായ മനുഷ്യന്റെ ഭാര്യയായിട്ട് ജീവിക്കുകയാണ്. അവൾ എൻ്റെ പെങ്ങളല്ല, എൻ്റെ ഭാര്യയല്ല. എൻ്റെ സഹോദരൻ്റെ ഒരു മുസ്ലിമായ ഭാര്യയെ പറ്റി എനിക്ക് കുറ്റം പറയാൻ പാടുണ്ടോ? ഞാൻ പറയൂല. ഇങ്ങനെയാ പറയേണ്ടത്. നമ്മൾ കസാലയൊക്കെ ഇട്ടെടുത്തിട്ട് സൽക്കരിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. പഴയ കഥകളൊക്കെ ഇങ്ങനെ ചെയ്തു പോകരുത്. നമ്മൾ നിസ്സാരമായി കാണുന്നവയാണ്, പറയാൻ വലിയ രസം തോന്നും, പക്ഷേ വലിയ ഗുരുതരമായ തെറ്റാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗുരുതരമായാണ് വിഷയം പറഞ്ഞത്. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവര് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. കഅബാലയത്തിന്റെ മുമ്പിൽ. എന്നിട്ട് കഅബയെ നോക്കിയിട്ട് പറയുന്നു, യാ കഅബ, അല്ലയോ കഅബാലയമേ, മാ അഅളമകി, നീ എത്ര മഹത്തരമാണ് കഅബ. അല്ലാഹു കഅബ കാണാനും ഹജ്ജും ഉംറയൊക്കെ ഒരുപാട് തവണ ചെയ്യാനുമുള്ള ഭാഗ്യം നമുക്കൊക്കെ തരട്ടെ. ഈ കൊല്ലം ഹജ്ജിന് പോയി വന്നവരിൽ നിന്നവരുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. അടുത്ത കൊല്ലത്തേക്ക് കൊടുത്തവർ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. മാ അഅളമകി, കഅബയുടെ മുമ്പിൽ നിന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, കഅബാലയമേ, നീ എത്ര വലുതാണ്, എത്ര മഹത്തരമാണ്. വമാ അഅളമ ഹുർമതകി, നിന്റെ പവിത്രത എത്ര മഹത്തരമാണ്. കഅബയെ നോക്കി ഇങ്ങനെ പറയാ. ആര്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. കഅബ, നീ ഭയങ്കരാണല്ലേ കഅബ. എന്നിട്ട് ഇങ്ങനെ പറയാണ്, കഅബയെ നിനക്കറിയോ, വലൽ മുഅ്മിനു വല്ലാഹി അഅലമു ഹുർമതൻ മിൻകി, കഅബാലയമേ, നിന്നെക്കാളും അല്ലാഹുവിന്റെ അടുത്ത് ഹുർമത്തുള്ള പവിത്രതയുള്ള ആളാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ, തഖ്വ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ. ഫാസിഖീങ്ങളല്ല, തിന്മ തന്റെ കൂട്ടുകാരനായി കൊണ്ടു നടക്കുന്ന ഫാസിഖീങ്ങളെ കുറിച്ചല്ല പറയുന്നത്. മുഅ്മിനീങ്ങളായ സജ്ജനങ്ങളായ ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ, സ്വലാഹിന്റെയും വറഇന്റെയും നന്മയുടെയും ഉടമകളായ ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ, കഅബാലയമേ, നിന്നെക്കാളും അല്ലാഹുവിന്റെ അടുത്ത് സ്ഥാനമുണ്ടത്രേ. അതായത് ഒരു സ്വാലിഹായ മുഅ്മിനായ ഒരു മനുഷ്യനെ കൊല ചെയ്യുന്നത് കഅബയെ പൊളിക്കുന്നതോളം, കഅബയെ പൊളിക്കുന്നത് അതിനേക്കാളും നിസ്സാരമാണത്രേ. കഅബയെ ഹജറൻ ഹജറ, കല്ല് കല്ലായി, ഇഷ്ടികകളായി കഅബയെ പൊളിച്ചു മാറ്റുന്നതിനേക്കാളും ഗൗരവമാണത്രേ നിരപരാധിയായ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ചോര ചിന്തുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ പറഞ്ഞത്, കഅബാലയമേ, നീ വല്ലാത്ത പുണ്യമുള്ള കഅബയാണ്. ഒക്കെ ശരിയാണ്, നിന്നെക്കാളും പുണ്യമുണ്ട് ആർക്ക്? ഒരു മുഅ്മിനായ മനുഷ്യന്. നമ്മളത് മനസ്സിലാക്കാറുണ്ടോ? മുഅ്മിനായ മനുഷ്യന് കഅബയെക്കാളും. എന്നിട്ട് നമ്മൾ കഅബന്റെ അടുത്ത് ഒരു മനുഷ്യനൊക്കെ ഉന്തിയിട്ട് ഇങ്ങോട്ട് ഹജറുൽ അസ്വദ് തൊടാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. പൊന്നാര മുഅ്മിനീങ്ങളെ,
കഅബ അള്ളാഹുവിൻ്റെ ഹറമിൽ വെച്ചൊരു മുഅ്മിനായ മനുഷ്യനെ ബുദ്ധിമുട്ടാക്കൽ ഹറാമാണ്. വെറുതെ ഉന്തിത്തള്ളിയുടെ എത്രയോ പ്രായമുള്ള ആളുകൾ, ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആളുകൾ, ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകൾ, ജീവിതത്തിൽ 10, 20, 30 കൊല്ലം കാത്തിരുന്ന ഒരു ഉംറയ്ക്ക് വേണ്ടി വന്ന ആളുകളൊക്കെ ആ തവാഫിലൂടെ മെല്ലെങ്ങനെ നടക്കുമ്പോഴാ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടിയിട്ട് തിക്കി തിരക്കി വരികയാണ്. ആരെയായി തിരക്കണത്? പാവപ്പെട്ട മുഅ്മിനീങ്ങളായ പ്രായമുള്ള ആണുങ്ങൾ, പ്രായമുള്ള പെണ്ണുങ്ങൾ, ഉമ്മമാർ, ഉപ്പമാർ, ഇവരൊക്കെ തള്ളി നീക്കിയിട്ട് എന്തിനായി പോണത്? കഅബയെ തൊടാൻ. ഹജറുൽ അസ്വദ് മുത്തൽ സുന്നത്താണ്. പക്ഷെ ഒരു മനുഷ്യനെ തിരക്കൽ, കാലിന് ചവിട്ടൽ, ഒരു മനുഷ്യന്റെ ദേഹത്ത് ചവിട്ടിപ്പോവൽ, ഒരു മനുഷ്യനെ കുത്തി പ്രയാസപ്പെടുത്തൽ ഹറാമാണ്. ഒരു ഹറാമ് ചെയ്തിട്ട് സുന്നത്ത് ചെയ്യാൻ ഓടുകയാണ്. അതുകൊണ്ടാണ് നബി ഞങ്ങൾ പറഞ്ഞു, എന്ത് ചെയ്യണ്ട, തൊടാൻ പറ്റൂലേ, ദൂരെ നിന്നിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ഹജറുൽ അസ്വദിനെ നോക്കി കൈകൊണ്ട് നീ മുത്തിയാൽ മതി. എന്ത് ചെയ്യണ്ട, ഒരു മുസ്ലിമിനെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. എന്തേ? കഅബാലയത്തെക്കാളും, കഅബ എന്ന് പറഞ്ഞത് ഹജറുൽ അസ്വദ് ഉൾക്കൊള്ളുന്നതാണ്. കഅബാലയത്തെക്കാളും പുണ്യം ആർക്കുണ്ട്? മുഅ്മിനായ മനുഷ്യനുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, മൻ റമാ മുസ്ലിമൻ ബിശൈഇൻ യുരീദു ശൈനഹു ബിഹി ഹബസഹുല്ലാഹു അലാ ജിസ്രി ജഹന്നം ഹത്താ യഖ്റുജ മിമ്മാ ഖാൽ. മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അപരാധങ്ങൾ പറഞ്ഞു പരത്തുന്നത്, എഴുതിവിടുന്നത്, ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്, സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് മുസ്ലിമായ ഒരു മനുഷ്യനെ അപമാനപ്പെടുത്തുന്നത്, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നത്, തിന്മകൾ പരത്തുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്താൽ ഹബസഹുല്ലാഹു അലാ ജിസ്രി ജഹന്നം, നരകത്തിന്റെ മീതെ അല്ലാഹു സ്ഥാപിച്ച ആ ഒരു പാലത്തിൽ, സിറാത്തിൽ അല്ലാഹു പിടിച്ചു വെക്കും. ഹത്താ യഖ്റുജ മിമ്മാ ഖാൽ, ആ പറഞ്ഞ വിഷയം പൊരുത്തപ്പെടിക്കുന്നവരെ അവിടുന്ന് നീങ്ങാൻ കഴിയുകയില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ലമി ഗോത്രക്കാരൻ മുത്തുനബിയുടെ മുമ്പിലേക്ക് വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ലം ഗോത്രക്കാരൻ സ്വന്തം ശരീരം ചെയ്ത ഒരു തിന്മയെ സാക്ഷി പറയാൻ വന്നതാണ്. അള്ളാഹുവിന്റെ നബിയെ, അള്ളാന്റെ നബിയെ, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയെ, വ്യഭിചാരം എന്നിൽ സംഭവിച്ചു പോയി. 4 സാക്ഷികൾ വേണം, അല്ലെങ്കിൽ ഇഖ്റാറും ബിന്നഫ്സ്, സ്വയം സമ്മതിക്കണം. അസ്ലമി പറഞ്ഞു, നബിയെ, ഞാൻ ചെയ്തു എന്നതിന് ഞാൻ 4 തവണ സാക്ഷിയാണ്. അങ്ങനെ ഇഖ്റാറും ചെയ്തു, സാക്ഷി പറയലും ചെയ്തു. നബി തങ്ങൾ ചോദിച്ചു, അസ്ലമി, എന്താണ് വ്യഭിചാരത്തിന്റെ ശിക്ഷ നിങ്ങൾക്കറിയോ? അറിയൂ നബിയെ, എറിഞ്ഞു കൊല്ലലാണ്. അല്ലാഹുവിന്റെ റസൂലേ, അതൈതും റഅതൻ ഹറാമൻ ഫതുഖിർനി യാ റസൂലല്ലാഹ്, നബിയെ, അന്യായമായി അല്ലാഹു തആല സമീപിക്കരുത് എന്ന് പറഞ്ഞ തിന്മ ഒരു പെണ്ണിൽ ഞാൻ സമീപിച്ചു, വ്യഭിചാരം ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അസ്ലമിക്കാരനായ ആളെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി പറഞ്ഞു. ഇസ്ലാമിന്റെ ശിക്ഷ നടപ്പാക്കുകയാണ്. കോടതിക്ക് മുമ്പിൽ വന്നാൽ ശിക്ഷ അതാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, ആരും അറിഞ്ഞിട്ടില്ല, അവനും പടച്ചവനും മാത്രം അറിഞ്ഞത്, ആ പെണ്ണ് അറിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും, നാട്ടുകാരനെ അറിഞ്ഞെന്ന് വിചാരിക്കുക. ഇസ്ലാമിന്റെ കോടതിയല്ലല്ലോ. ഇസ്ലാമിന്റെ കോടതിയിലേക്ക് എത്തിയാൽ ഖാദി നടപ്പാക്കുന്ന ശിക്ഷയാണ് എറിഞ്ഞുകൊല്ലൽ. പക്ഷെ ഒരു തിന്മ നടന്നാൽ ആ തിന്മ അവനും പടച്ചവനും തമ്മിൽ തൗബ ചെയ്ത് മടങ്ങാം. അവനും പടച്ചവനും തമ്മിൽ എന്ത് ചെയ്യാം? തൗബ ചെയ്യാം. അള്ളാഹു പുറത്തു കൊടുക്കും. തൗബ എന്ന് പറഞ്ഞാൽ ഞാനിനി ചെയ്യൂ റബ്ബേ, പറ്റിപ്പോയി റബ്ബേ, ഇനി ഞാൻ അതിലേക്ക് തിരിച്ചു പോവില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങ് ആസ്മ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു പുറത്തു കൊടുത്തേക്കും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ. തെറ്റ് സംഭവിച്ചവരെല്ലാം, നമ്മളെല്ലാവരും കുല്ലു ബിനി ആദമ ഖത്താ, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. പക്ഷെ മുത്തുനബിയുടെ മുമ്പിൽ അവർ വരാൻ കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നിന്ന് ശിക്ഷ വാങ്ങിയാൽ നാളെ അള്ളാഹു ശിക്ഷിക്കൂല എന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് നബി എന്നെ ശിക്ഷിച്ചോളൂ. അങ്ങനെ ഫറുജിമ, ഇയാൾ കല്ലുകൊണ്ട് എറിയപ്പെടുകയാണ്, അവർ മരിക്കുകയാണ് റളിയല്ലാഹു അൻഹു. അങ്ങനെ നിൽക്കുമ്പോഴാണ് 2 അൻസ്വാരികളായ ചെറുപ്പക്കാരിങ്ങനെ പരസ്പരം സംസാരിക്കുന്നത് നബി തങ്ങൾ കേൾക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് പറയുന്നതെന്നറിയോ? അവര് പറയാണ്, ഉൻദുർ ഇലാ ഹാദാ, ഈ മനുഷ്യന്റെ കാര്യം ഒന്ന് നോക്ക്. അല്ലദീ സതറല്ലാഹു അലൈഹി, ഈ മനുഷ്യൻ ചെയ്ത തെറ്റ് അള്ളാഹു മറച്ചു വെച്ചിരുന്നു. ഇവനായിട്ട് ചെന്ന് നബിയോട് ചെന്ന് പറഞ്ഞതാ, നബിയെ, ഞാൻ തെറ്റ് ചെയ്തു, എന്നെ ശിക്ഷിക്കണം. എന്നിട്ട് എന്തുണ്ടായി? ഫലം യദഅ നഫ്സഹ ഹത്താ റുജിമ റജ്മൽ കൽബ്, നായകളെ എറിയുന്ന പോലെ എറിയപ്പെട്ടില്ലേ? ആ മനുഷ്യന് വല്ല ആവശ്യമുണ്ടായിരുന്നോ? അതങ്ങ് മറച്ചു പിടിച്ചാൽ പോരായിരുന്നോ എന്ന് 2 ആളുകൾ സംസാരിക്കുന്നു. ആര് കേൾക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേൾക്കുന്നു. കണ്ടില്ലേ, ഈ മനുഷ്യൻ റുജിമ റജ്മൽ കൽബ്, നായകൾ എറിയപ്പെടുന്ന പോലെ എറിയപ്പെട്ടില്ലേ? തങ്ങളൊന്നും പറഞ്ഞില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും അതൊക്കെ കഴിഞ്ഞു. സ്വഹാബിയെ മറവ് ചെയ്തു, നിസ്കാരം കഴിഞ്ഞു, മറവ് ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. 1 മണിക്കൂർ നേരം കഴിഞ്ഞു. പോകുന്ന വഴിയിൽ
ഒരു കഴുത ചത്ത് കിടക്കുന്നു, ഒരുപാട് ദിവസമായത് ചത്ത് കിടന്നിട്ട് എൻ്റെ വയറൊക്കെ വീർത്ത് കാലൊക്കെ പൊക്കി വെച്ച് ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ ഐന ഫുലാനും ഫുലാൻ, അവിടെ ഇങ്ങനെ പറഞ്ഞ രണ്ടാളുകൾ എവിടെ? ദാ നബിയെ നിങ്ങൾ വരീന്ന് പറഞ്ഞു, ഇരുന്ന് കഴിച്ചോളി എന്ന് പറഞ്ഞു. എന്തേ നബിയെ? ഗഫറല്ലാഹു ലക യാ റസൂലല്ലാഹ്, പൊന്നാര നബിയെ ഞങ്ങളോട് ശവം തിന്നാൻ വേണ്ടി പറയണോ നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ നിൽതുമാ മിൻ അർളി അഖീകുമാ ആനിഫ അശദ്ദു മിൻ അക്ലി ഹാദിഹിൽ ജീഫ. നിങ്ങളുടെ സ്വന്തം സഹോദരനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, അത് ഈ ശവം തിന്നതിനേക്കാൾ ഗൗരവമായിരുന്നു. വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നഹുൽ ആന ലഫീ അൻഹാരിൽ ജന്നതി യൻഗമിസു ഫീഹാ. ആ സുഹാബി സ്വർഗത്തിന്റെ പുഴകളിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന നേരമാണിത്. ആ മനുഷ്യനെ കുറിച്ചാണോ നിങ്ങൾ നായ എറിയപ്പെടുന്ന പോലെ എറിയപ്പെട്ടു എന്ന് ആ സുഹാബിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ? അതിനേക്കാളൊക്കെ ഭേദം ഈ ശവം തിന്നലല്ലേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് എന്നവർ ഉദ്ധരിച്ച വളരെ സ്വഹീഹായ ഹദീസാണത്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുരുതരമായ രീതിയിലാണ് ഇത്തരം നാവുകളെ കൊണ്ടുവരുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സുഹൈബ്തു ഫുലാനൻ 20 സന, നമ്മുടെ മുൻഗാമികളിൽ 20 വർഷത്തോളം ചില ആളുകളുടെ കൂടെ ഞാൻ നടന്നു. വല്ലാഹി മാ സമിഅ്തു മിൻഹു കലിമതൻ തുആബ്, ഐബുള്ള ഒരു വാക്ക് പോലും ആ മനുഷ്യൻ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ചിലരൊക്കെ കൂളായിട്ട് അനാവശ്യമായ വാക്ക് ഇങ്ങനെ കൂളായിട്ട് പറയും, ഒരു വിഷമമില്ലാതെ ചിരിപ്പിക്കാൻ വേണ്ടി. ഒന്നും പറഞ്ഞു പോവരുത്. ചില വാക്കുകളെ കൊണ്ട് നരകത്തിലേക്ക് ആപ്പതിക്കും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയം വൈകിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഇമാമുന അബു അബ്ദുല്ലാഹിൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മാ തകല്ലംതു ബികലിമത്തിൻ വലാ ഫഅൽതു ഫിഅലൻ ഇല്ലാ വഅദതു ലഹു ജവാബൻ ബൈന യദൈ റബ്ബി. ഞാൻ ചെയ്യുന്ന ഏതൊരു പണിയും, ഞാൻ പറയുന്ന ഏതൊരു വാക്കും അതിന് അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ മറുപടിയുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടെന്ന് മഹാനായ ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് നമ്മുടെ നാവുകളെ കടിഞ്ഞാണിടാനും തിന്മകൾ ഒരു മനുഷ്യനിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് സന്തോഷം പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നന്മ പകർന്നു കൊടുക്കേണ്ടതിന് പകരം വിഘടനത്തിന്റെയും അതുപോലെ ശൈഥില്യത്തിന്റെയും പിണക്കത്തിന്റെയും കാരണമാവുന്ന വിധത്തിൽ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ മാസങ്ങളോളം സ്വന്തം സഹോദരിയുടെ പുത്രനോട് പിണങ്ങാൻ കാരണം അപമര്യാദയായി പറഞ്ഞ ഒരൊറ്റ ജുംലയാണ്, ഒരു സെന്റൻസാണ്. അവിടെ നിന്നാണ് നമ്മൾ ചർച്ച ആരംഭിച്ചത്. അടി കൊടുക്കുന്ന് പറഞ്ഞു, മറ്റൊരു പോയി അടിച്ചു. ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ പറയണ പോലെ പറഞ്ഞാൽ നബിയെ വാക്ക് പറഞ്ഞു, നമ്മൾ ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, ഇതിനൊക്കെ ശിക്ഷ ഉണ്ടോ നബിയെ? അപ്പോഴാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് സകിലതുക ഉമ്മുക യാ മുആദ്, മുആദേ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? وهل يكب الناس في النار على وجوههم أو على مناخرهم إلا حصائد ألسنتهم. മുആദേ ജനങ്ങളെ നരകത്തിലേക്ക് മുഖം കൊണ്ട് വലിച്ചു കൊണ്ടുവരപ്പെടുന്നത്, അവരുടെ മൂക്കിനാൽ, അവരുടെ മൂക്കിനുമേൽ വലിച്ചു കൊണ്ടുവരപ്പെടുന്നത് നാവുകൊണ്ട് ചെയ്ത തെറ്റുകളെ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് മുആദേ? ഒരുപാട് ആളുകൾ നരകശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് അവർ പറഞ്ഞതോ എഴുതി വെച്ചതോ ചെയ്ത തിന്മകളെ കൊണ്ടാണത്രേ. ജനങ്ങൾ മൂക്കിനുമേൽ മുഖത്തിനുമേൽ വലിച്ചിഴക്കപ്പെട്ട് നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്നത് നാവുകൊണ്ട് ചെയ്ത വിനകളെ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് മുആദേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനേ, നാവുകൾ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. വാക്കുകൾ നാശം വിതക്കുന്നവയാണ്. വാക്കുകളാൽ നന്മ വരും, ഒരുപാട് നന്മ. ചില നന്മകളൊക്കെ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ചില നന്മകൾ നാവുകൊണ്ട് വളരെ നിസ്സാരം. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن. നാവിന് വളരെ എളുപ്പവും പറയാനൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രണ്ട് വാക്കുകൾ അള്ളാഹുവിന് എത്രയോ ഇഷ്ടമാകുന്നത്. നാളെ അമലുകൾ തൂക്കി നോക്കുമ്പോൾ ഹിസാബിന്റെ സമയത്ത് മീസാനിന്റെ നേരത്ത് തുലാസിൽ കനം തൂങ്ങുന്ന രണ്ട് വാക്കുകൾ ഉണ്ടത്രേ. രണ്ട് വാക്ക്, ചെറിയ വാക്ക്. ഖഫീഫതാനി അലൽ ലിസാൻ, നാവ് കൊണ്ട് പറയാൻ പ്രയാസമുള്ള അക്ഷരങ്ങളൊന്നും അതിലില്ല. ഗൈരിൽ മഗ്ദൂബി എന്ന് പറഞ്ഞ ആ ബുദ്ധിമുട്ട് പോലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അതിലുണ്ടോ? ഇല്ലല്ലോ.
എത്ര എളുപ്പമാണ്. സുബ്ഹാനല്ലാഹ് ഒന്ന് പറഞ്ഞു നോക്കി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. വളരെ എളുപ്പമല്ലേ? പറയാൻ വല്ല പ്രയാസമുണ്ടോ? ആർക്കെങ്കിലും ഏതെങ്കിലും അക്ഷരം പുറത്തു വരുമ്പോൾ അടുത്തുള്ള ആൾ കേൾക്കേ, ആൾക്ക് ഇടങ്ങേറാവേ, കാറി തുപ്പേണ്ടി വരെ, അങ്ങനൊന്നും ഇല്ലല്ലോ. വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞൂടെ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി. കലിമത്താൻ, അത് 2 വാക്കുകളാണ്. ഒരിക്കൽ പറഞ്ഞാൽ ഓരോ തവണ പറയുമ്പോഴും നമ്മുടെ അമലുകൾ നാളെ വലിയ വലിയ അമലുകൾ വെച്ചിരിക്കേണ്ടിടത്ത് വലിയ കനം തൂങ്ങുന്ന അമലുകൾ ഈ 2 വാക്കുകളെ കൊണ്ട് കിട്ടും. അതും വാക്ക് തന്നെയാണ്, അതും കലിമത്താൻ. കലിമത്താൻ 2 വചനങ്ങൾ, ഖഫീഫതാനി അലൽ ലിസാൻ, നാവ് കൊണ്ട് വളരെ പറയാൻ എളുപ്പമാകുന്നത്. എന്നാൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായത്, തുലാസിൽ കനം തൂങ്ങുന്നത്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം.